എന്റെ ഫേസിലും എന്റെ ഇട്ടിരുന്ന സ്യൂട്ടിലൊക്കെ ഒരു ഫണ്ണായിട്ട് അവർക്ക് തോന്നിയ ഒരു ഫൺ അവൾ അവിടെ ചെയ്തിട്ട് പോയി. ആ മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ണാണ്. അപ്പൊ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും, ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മളെ. പക്ഷെ അതിനിടയിലേക്ക് പുതിയൊരാൾ കൂടെ കടന്നു പോകും അല്ലെ, വിളിക്കാതെ കയറി വന്ന ഒരു അതിഥി. അവരുടെ പേര് ദിയ കൃഷ്ണൻ ആണ്. സ്ഥിരം പരിപാടിയാണ് വിളിക്കാത്ത കല്യാണത്തിന് വന്നതു. ആ അതിഥിക്ക് പക്ഷെ നമ്മളാരും അറിയില്ല, നമ്മൾ ആരാണെന്ന് അറിയില്ല. എന്നെ ആരറിയാൻ, നീ എത്ര ഫേമസ് ഒന്നും അല്ലല്ലോ. പക്ഷെ അവരെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം അവര് ഒറ്റക്ക് വഴിവെട്ടി വന്ന ആളാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അച്ഛന്റെ പ്രശസ്തിയിൽ അറിയപ്പെട്ട ഒരാളല്ല, അല്ലെങ്കിൽ 4 പെൺമക്കളുള്ളത് കൊണ്ടും ആ പെൺമക്കൾ വ്ലോഗ് ചെയ്തു ഓരോന്നോരോന്നരായിട്ട് വ്ലോഗ് ചെയ്ത് അങ്ങനെ അറിയപ്പെട്ടവരും അല്ല. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ സ്വയപ്രജ്ഞം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പൊ അവരെ നമ്മൾ ബഹുമാനിക്കണം. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. വെറുതെ മനോരമയിലടക്കം ഇതൊരു വാർത്തയായിട്ട് വരികയും, കാരണം പ്രതികരിച്ച ആള് വലിയ ആളാ, വലിയ ഏതോ സ്ഥലത്താ പഠിക്കണേ, ഹയർ. വധഭീഷണി മുഴുകിയിരിക്കുകയാണ് ദിയ കൃഷ്ണ. എന്റെ ഭർത്താവിന്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല. നോറയ്ക്കെതിരെ ദിയ കൃഷ്ണ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ദിയ കൃഷ്ണ എന്ത് ചെയ്യും? കൊല്ലോ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഒന്ന് കഴിഞ്ഞാൽ എന്താ, അടുത്ത ദിവസം പരസ്യം ഇങ്ങനെ അടിക്കും, കല്യാണ പെണ്ണ് എന്താ കൊലപാതക കേസിൽ അറസ്റ്റിൽ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സ്നേഹയും സായും കൂടെ കിസ് ചെയ്ത സമയത്ത് അതിന്റെ താഴത്ത് ഏതോ ഒരു വിവരം കെട്ടവൻ പിള്ളന് എത്തുന്നും ഇല്ല. ആരടാ എനിക്ക് പൊക്കം ഇല്ലെന്ന് പറഞ്ഞത്? സാറിന് പൊക്കം ഇല്ലെങ്കിലും നല്ല സൗന്ദര്യം ഇല്ലേ സാർ? എടാ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ആവശ്യത്തിലും അതിലും കൂടുതലും പൊക്കം ഉണ്ട് ഇല്ലേ? ഇനി കമന്റ് ഇട്ട് അവിടെ നിൽക്കട്ടെ, അതിന്റെ താഴത്ത് ദിയ കൃഷ്ണയുടെ റിപ്ലൈ ഉണ്ട്. ഒരു 4 സ്മൈലി അങ്ങോട്ട് വാരി വെതറിയിട്ടുണ്ട് ദിയ കൃഷ്ണ. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ, ചുമ്മാ അവളെ എടുത്തിട്ടിരിക്കുന്നത്. സ്നേഹം ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അയാളെ തന്നെയാണ് കെട്ടിയത്. അല്ല എന്നെ മാത്രം താങ്കൾ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത ആളെ ഒന്ന് ചൊറിയാലോ മാന്താലോ എന്ന രീതിയിൽ അപ്പുറത്ത് പോയിട്ട് ഊള കമന്റ് ഇട്ട് പാസ്സാക്കിയിട്ട് ഇപ്പുറത്ത് വന്ന് അടിക്കരുത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. സിനിമക്കകത്ത് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഉപദേശവും കൂടെ രണ്ടും കൂടെ വേണ്ട, ഏതെങ്കിലും ഒന്നും മതി. ഓക്കെ, വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇനിയും ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴി കുത്തുക, അതിനകത്ത് ഒരയില ഇടുക, കഞ്ഞി ഒഴിക്കുക, സൂപ്പർ ആയിരിക്കും. ഓക്കെ, അത്രേ പറയാനായിട്ടുള്ളൂ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല.